ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ലൈറ്റാണ്. അപ്പോൾ ലൈറ്റിൽ മെയിനായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ ലൈറ്റിലുള്ള ഫസ്റ്റ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഓൺ പ്ലെയിൻ സർഫസ് ആണ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഓൺ പ്ലെയിൻ സർഫസ്. അപ്പം ഇതിനെ ഞാൻ 4 പാർട്ടാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. പാർട്ട് 1 നിങ്ങൾ ആസ് യൂഷ്വൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ABCD ഉള്ളതുപോലെ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് A ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എയിൽ പഠിക്കാനുള്ളത് മെയിനായിട്ട് റിഫ്രാക്ഷനും ലോസ് ഓഫ് റിഫ്രാക്ഷനും പിന്നെ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് പോകുന്ന മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. ഫസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റീകോൾ ചെയ്യാം. എന്താണ് റിഫ്ലക്ഷൻ? വാട്ട് ഡു യു മീൻ ബൈ റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്മൂത്ത് സർഫസിൻ്റെ മുകളിലേക്ക് ഒരു ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്ത് ഒരു സ്മൂത്ത് സർഫസ് ആണ്, ഇല്ലെങ്കിൽ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്, ഇല്ലെങ്കിൽ ഒരു പോളിഷ്ഡ് സർഫസ്. അതിൻ്റെ മുകളിലേക്ക് ഒരു ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്താൽ അതെന്താ ഇപ്പം റിഫ്ലക്റ്റ് ചെയ്തു പോകും. ഓക്കെ. ഇത് ഇൻസിഡൻറ്റ് റേ, ഇത് റിഫ്ലക്റ്റഡ് റേ. ഇതാണ് സർഫസ്. ഓക്കെ. ഇവിടെ ഒരു നോർമൽ ഉണ്ട്. ആ നോർമൽ ഈ പ്ലെയിന് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ഈ നോർമൽ ഇതെന്താണ്? നോർമൽ. ഓക്കെ. ജസ്റ്റ് റീകോൾ ചെയ്യാനാണ്. ഈ നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിൾ ഇൻസിഡൻറ്റ് ആംഗിൾ, റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ റിഫ്ലക്റ്റഡ് റേ. ഓക്കെ. അപ്പോൾ ഇതാണ് ബേസിക്കലി എന്ത്? റിഫ്ലക്ഷൻ. അപ്പോൾ റിഫ്രാക്ഷൻ എന്താണ്? റിഫ്രാക്ഷൻ സെയിം തന്നെ, പക്ഷെ ഇത് എവിടെയാണ് നടക്കുന്നത്? സെയിം മീഡിയത്തിലാണ് ഇത് നടക്കുന്നത്. എന്ത്? റിഫ്ലക്ഷൻ നടക്കുന്നത് സെയിം മീഡിയത്തിലാണ്. അപ്പോൾ റിഫ്രാക്ഷനോ ഡിഫറെൻറ്റ് മീഡിയം. എന്താണ്? ഡിഫറെൻറ്റ് മീഡിയത്തിലാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ഉണ്ടാവും, രണ്ടാമത്തെ മീഡിയം ഉണ്ടാവും. അപ്പം മീഡിയം 1ഉം മീഡിയം 2ഉം അതെന്താ സാറേ മീഡിയം 1ഉം മീഡിയം 2ഉം? ഒന്നുമില്ല. ഒന്ന് എയർ ആണെങ്കിൽ ഒന്ന് ചിലപ്പം വാട്ടർ ആയിരിക്കും. ഇനി ഇത് വേണമെങ്കിൽ കെറോസിൻ ആവാം, ഇത് പെട്രോളും ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ അവിടെ എന്ത് നടക്കും? റിഫ്ലക്ഷൻ നടക്കുമോ? ഇല്ല. റിഫ്ലക്ഷൻ നടക്കില്ല. അപ്പോൾ എന്താ നടക്കുക? ഇതിൽ കൂടെ കടന്നു പോകും, നേരെ പോകില്ല. പിന്നെ എങ്ങനെയാ പോവുക? ഓക്കെ. നമ്മളിവിടെ റിഫ്ലക്ഷനിൽ നോർമൽ വരച്ചില്ല. അതേപോലെ ഇൻസിഡൻറ്റ് ചെയ്ത ആ പോയിന്റ് നമ്മൾ എന്ത് വരയ്ക്കുക? നോർമൽ വരയ്ക്കുക. ഓക്കെ. ഇനി ഒരു റേ ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക്, റേ എന്ന് പറയുന്നത് ഒരു ലൈറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് റേ ആയിട്ടാണ്. ഒരു ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഒന്നെങ്കിൽ നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ നോർമലിന് ദൂരത്തേക്ക് പോകും. അപ്പോൾ ഇത് എയറും ഇത് വാട്ടറുമാണ്. എയർ എന്ത് ഡെൻസിറ്റി കുറവുള്ള മീഡിയമാണ്, വാട്ടർ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയമാണ്. ഓക്കെ. അതൊക്കെ എന്താ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ. അപ്പം ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തേക്ക് പോകുമ്പോൾ ലൈറ്റ് ഒന്നെങ്കിൽ ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സഞ്ചരിക്കേണ്ടത് നേരെയായിരുന്നു അല്ലേ? നേരെയാണ് പോകേണ്ടത്. പക്ഷെ അങ്ങനെ പോയിട്ടില്ല. നേരെ എന്ത് ചെയ്ത്? ടുവേർഡ്സ് നോർമലിലേക്ക് ബെൻഡ് ചെയ്ത്. ഓക്കെ. ഇനി ഇത് വാട്ടറിന് പകരം ഇത് വാട്ടറും ഇതും എയറും ആണെങ്കിലോ റിവേഴ്സ് നടക്കുക, എവേ ഫ്രം ദ നോർമൽ. എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ടുവേർഡ്സ് നോർമലോ അല്ലെങ്കിൽ എവേ ഫ്രം ദ നോർമലോ ആര് ബെൻഡ് ചെയ്യും? ലൈറ്റ് ബെൻഡ് ചെയ്യും. അപ്പോൾ ഒന്നുമില്ല. എന്താണ് റിഫ്ലക്ഷനും എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാണ്. റിഫ്ലക്ഷൻ സെയിം മീഡിയത്തിലാണ് നടക്കുക, റിഫ്രാക്ഷൻ 2 ഡിഫറെൻറ്റ് മീഡിയം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? റിഫ്രാക്ഷനും റിഫ്ലക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി റിഫ്ലക്ഷനിൽ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട് എന്ത്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഇതിലും എന്തുണ്ട്? ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഉണ്ട്. ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഫസ്റ്റ് വൺ എന്താണ്? ഓക്കെ. ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ റിഫ്ലക്റ്റഡ് അല്ല, റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് divided by sine of angle of refraction
is equal to a constant. A constant. A constant. ഈ കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ്, ഡിനോട്ട് ചെയ്യുന്ന ഇതാണ് n. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല, ഫസ്റ്റ് ലോ എന്താണ്? sin I by sin r is equal to a constant which is known as refractive index. ഇനി സെക്കൻഡ് ലോ ഒന്നുമില്ല, ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ at the point of incidence which separates two medium lies on a same plane. അപ്പോൾ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും കഴിഞ്ഞു. അപ്പോൾ ലോസ് ഓഫ് റിഫ്രാക്ഷൻ, അപ്പോൾ അത് നിങ്ങൾ ഒന്നെങ്കിലും എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ നോക്കാം. ഓക്കെ, ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ എന്ത് ചെയ്യുക, ഞാൻ മാർക്ക് ചെയ്യാം എന്ത്, ഈ സെക്കൻഡ് ലോ. അപ്പോൾ എഴുതാനുള്ള സമയം പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ലോ മനസ്സിലായി, സെക്കൻഡ് ലോ മനസ്സിലായി. അപ്പോൾ എന്താണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ? ഫസ്റ്റ് ലോയും മനസ്സിലായി, സെക്കൻഡ് ലോയും മനസ്സിലായി. ഇനി ഓക്കെ, സാറ് നേരത്തെ പറഞ്ഞല്ലോ, ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഒന്നെങ്കിൽ ടുവേർഡ്സ് നോർമലോ ഇല്ലെങ്കിൽ അവേ ഫ്രം ദ നോർമലോ ബെൻഡ് ചെയ്യും. അതെന്താ? ഓക്കെ, ശ്രദ്ധിച്ചോ, ഇത് മീഡിയം 1 ആണ്, ഇത് മീഡിയം 2 ആണ്. അതേപോലെ തന്നെ ഞാൻ വേറൊരു മീഡിയം 1 എടുത്ത് മീഡിയം 2 എടുത്ത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഒരു ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത്, ഇവിടെയും ഒരു ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത്, രണ്ട് കേസ് ആക്കിയിട്ടോ ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇത് എയർ എടുക്കാം. ഓക്കെ, ഇത് വാട്ടർ. ഓക്കെ, അപ്പം നേരെ തിരിച്ചിട്ട് ഇത് ഫസ്റ്റ് മീഡിയം വാട്ടറും സെക്കൻഡ് മീഡിയം എയറും. എയറും വാട്ടറും എടുക്കാൻ കാരണം അത് കോമൺ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് അത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസിഡൻറ്റ് ചെയ്ത് അവിടെ നോർമലി വരയ്ക്കുക, ഇൻസിഡൻറ്റ് ചെയ്യുന്ന അവിടെ നോർമലി വരയ്ക്കുക. അപ്പോൾ എയർന്ന് വാട്ടറിലേക്ക് പോകുമ്പോൾ, എയർ എന്ന് പറഞ്ഞാൽ വാട്ടറിനെക്കാട്ടിയും ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തെ എന്ത് വിളിക്കും? റെയറർ മീഡിയം എന്ന് വിളിക്കും. ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തെ ഡെൻസർ മീഡിയം എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കേസിൽ വാട്ടറാണ് ഡെൻസർ മീഡിയം, എയർ എന്താണ്? റെയറർ മീഡിയം. അപ്പോൾ ഫസ്റ്റ് കേസിൽ റെയറിന്ന് ഡെൻസറിലേക്കാണ് പോകുന്നത്, സെക്കൻഡ് ഡെൻസറിന്ന് റെയറിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ റെയറിന്ന് ഡെൻസറിലേക്ക് പോവുകയാണെങ്കിൽ, റെയറർ ഡെൻസിറ്റി കുറവുള്ളവർന്ന് ഡെൻസിറ്റി കൂടുതലുള്ള സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നേരാണ് ശരിക്കും പോകേണ്ടത്, ബട്ട് അത് നോർമലിലേക്ക് അടുത്ത്. ഇനി ഡെൻസിറ്റി കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് വാട്ടറിന്ന് എയറിലേക്ക് പോവുകയാണെങ്കിൽ, ഡെൻസിറ്റി കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നോർമലിൻ്റെ എവേയാണ് പോവുക. ശരിക്കും ഇങ്ങനെയാണ് പോകേണ്ടത്, അത് എവേ കുറച്ചും കൂടി ഡീവിയേറ്റ് ചെയ്ത്. ഓക്കെ, ഇത് രണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്ത്, നമ്മൾ മുറ്റത്ത് ഫുൾ വെള്ളമെന്ന് വിചാരിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ ഓക്കെ മുറ്റത്ത് വെള്ളമാണ്. അപ്പോൾ നമ്മൾ മെല്ലെ ഇങ്ങനെ നടന്ന് പോയി വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് എന്താവും? നമ്മളെ സ്പീഡ് കുറയോ? അതേപോലെ തന്നെ ലൈറ്റ് എയർ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വാട്ടറിലേക്ക് പോകുമ്പോൾ എന്തായിപ്പോൾ അതിൻ്റെ സ്പീഡ് കുറയും. സ്പീഡ് കുറയുമ്പോൾ നോർമലിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യും. അതേപോലെ വെള്ളത്തിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. ഓക്കെ, സ്വിമ്മിംഗ് പൂളിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്ത് ലാൻഡ് ഏരിയയിലേക്ക് എത്തി. അപ്പോൾ നമ്മളെ സ്പീഡ് എന്ത് ചെയ്യും? കൂടും. സ്പീഡ് കൂടുമ്പോൾ നോർമലിന് ഭയങ്കരമായിട്ട് ഡീവിയേറ്റ് ചെയ്യും. ഇവിടെ ഡീവിയേഷൻ കുറവാണ്. എന്ത് കുറവ് മീൻസ് ഡീവിയേറ്റ് ടുവേർഡ്സ് നോർമൽ, ഇത് ഡീവിയേറ്റ്സ് അവേ ഫ്രം ദ നോർമൽ. അപ്പം ക്ലിയർ ആയല്ലേ? ഓക്കെ, അപ്പം റെയറിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ ടുവേർഡ്സ് നോർമലും ഡെൻസറിന്ന് റെയറിലേക്ക് പോകുമ്പോൾ അവേ ഫ്രം ദ നോർമൽ. അപ്പോൾ ഈ പ്രോസസ്സ് മാത്രമേ നടക്കുന്നുള്ളൂ, വേറൊരു പ്രോസസ്സും നടക്കുന്നില്ലേ? അപ്പോൾ നമ്മളൊരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് ലൈറ്റ് അടിച്ചാൽ ഒന്ന് ഡെൻസറിന്ന് റെയറിലേക്ക് പോകുമ്പോൾ ടുവേർഡ്സ് നോർമലും, റെയറിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ ടുവേർഡ്സ് നോർമലും, ഡെൻസറിന്ന് റെയറിലേക്ക് പോകുമ്പോൾ എവേ ഫ്രം ദ നോർമലേ നടക്കുന്നുള്ളൂ അല്ല. അടുത്ത കേസ്, ഇതൊരു മീഡിയം 1, ഇതൊരു മീഡിയം 2. ഞാൻ ഇത് എയർ, ഇത് വാട്ടർ. എനിവേ ഏതെടുത്താലും കുഴപ്പമില്ല. എപ്പോഴും ഡീവിയേഷൻ ഉണ്ടാവുമോ? ഇല്ല. ഞാൻ ഒരു ലൈറ്റ് റേ 90 ഡിഗ്രിയിൽ, നമ്മളെ ഈ പ്ലെയിൻ സർഫസിന് 90 ഡിഗ്രിയിൽ നോർമലിൻ്റെ നേരെ ഞാൻ ലൈറ്റ് റേ പാസ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? സ്ട്രെയിറ്റ് ആയിട്ട് പോകും വിത്തൗട്ട് എനി ഡീവിയേഷൻ.
അപ്പോൾ 2 കേസ് നിങ്ങൾ ഡീവിയേഷൻ ഉള്ളത് പഠിച്ച്. അപ്പോൾ ഒരു കേസ്, മൂന്നാമത്തെ കേസ് എന്താണ്? ഡീവിയേഷൻ ഇല്ലാത്ത കേസ്. അപ്പം ഡീവിയേഷൻ ഇല്ലാണ്ട് ഇത് മാത്രമേ പറ്റുള്ളൂ, വേറെ ഏതെങ്കിലും പറ്റൂ? ഓ പറ്റും. ഫസ്റ്റ് മീഡിയം സെക്കൻഡ് മീഡിയവും സെയിം ആകുമ്പോൾ, ഞാനിപ്പോൾ ഇത് രണ്ടും എയറാ എടുത്ത് വിചാരിച്ചു. അപ്പോൾ ഒന്നുമില്ല, ആസ് ലൈറ്റ് നമ്മൾ ടോർച്ച് അടിക്കൂലേ, ടോർച്ച് അടിക്കുമ്പോൾ എന്തേ ഇപ്പോൾ ലൈറ്റ് നേരെ തന്നെ പോകും. അപ്പോൾ ഒന്നാമത്തെ മീഡിയ എയർ, രണ്ടാമത്തെ മീഡിയ എയർ, അപ്പോൾ ഇങ്ങനെ അടിച്ചാൽ നേരെ പോവും, എങ്ങനെ അടിച്ചാലും നേരെ പോകുള്ളൂ. അവിടെ എന്തുണ്ടാവില്ല? ഡീവിയേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഡീവിയേഷൻ ഇല്ലാണ്ട് നിൽക്കാനുള്ള 2 കേസാണ്. ഒന്ന് നോർമലിൻ്റെ നേരെ ലൈറ്റ് അടിക്കുക, രണ്ടാമത്തത് 2 മീഡിയം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സെയിം മീഡിയ ആണെങ്കിൽ ഡീവിയേഷൻ ഉണ്ടാവില്ല. പിന്നെ ഡിഫറെൻറ്റ് മീഡിയത്തിൽ നോർമലിൻ്റെ നേരെ ലൈറ്റ് അടിക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഡീവിയേഷൻ ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഈ നെക്സ്റ്റ് അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 തരത്തിലുണ്ട്. 2 തരത്തിൽ. ഓക്കെ, 2 ഡിഫറെൻറ്റ് ടൈപ്സ്. ഒന്ന് അബ്സൊല്യൂട്ട്, ഞാൻ ഷോർട്ടാക്കിയിട്ട് ചെയ്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഒന്നാമത്തേത് അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, രണ്ടാമത്തത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ് ഈ അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും? എന്തെങ്കിലും ആ പേര് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ക്ലൂ ഇട്ടുണ്ടോ? റിലേറ്റീവ്, റിലേഷൻ അല്ലേ? നമുക്ക് മാർക്കുള്ള കുട്ടിനോട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ പാരൻസ് റിലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അപ്പുറത്തെ കുട്ടിനോട് നമ്മൾ റിലേറ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, പിന്നുള്ളത് അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് എഴുതുന്നത്. അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു C/V. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ പറയാം. ഓക്കെ, രണ്ടാമത്തത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ N21, ഇല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ N21 ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ N21 ഈസ് ഈക്വൽ ടു N2/N1, ദാറ്റ് ഈസ് ഈക്വൽ ടു V1/V2. അപ്പം ഇതാണ് എന്ത്? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പം അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ കാണാപ്പാഠം പഠിക്കുക. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ കാണാപ്പാഠം പഠിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പോൾ ഇത് കാണാപ്പാഠം പഠിക്കില്ല, ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തെ വാക്വം ആയിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, ഒരു മീഡിയത്തെ, ഏത് മീഡിയം, ഗ്ലാസ്, വാട്ടർ, എനിത്തിങ് യു ടേക്ക്, അത് ആരുമായിട്ട് കമ്പയർ ചെയ്യുക? വാക്വം ഇല്ലെങ്കിൽ എയറുമായിട്ട് കമ്പയർ ചെയ്യുക. അതാണ് എന്ത്? അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സോ? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തെ വേറെ മീഡിയമായിട്ട് കമ്പയർ ചെയ്യുക, എയറും വാട്ടറും കമ്പാരിസൺ നടത്തുക. മനസ്സിലായോ? അപ്പോൾ അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യുന്നത് വാക്കത്തോടാണ്. പക്ഷെ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആരോടാണ്? ഒരു എയർ വാട്ടറിനോട്, ഇല്ലെങ്കിൽ എയർ ഗ്യാസിനോട്, ഇല്ലെങ്കിൽ ഓർ വാട്ടർ ഗ്ലാസും വാട്ടറും ഡയമണ്ടും, അങ്ങനെ കമ്പയർ ചെയ്യുക. മനസ്സിലായോ? അപ്പം നമ്മൾ ഞാനെന്ന വിദ്യാർത്ഥിയെ വേറൊരു സ്റ്റുഡൻറ്റുമായി കമ്പയർ ചെയ്യുന്നത് പോലെ തന്നെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം വേറെ മീഡിയമായിട്ട് കമ്പയർ ചെയ്യുക. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് N21 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം എന്നാണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം N2/N1 ഈക്വൽ ടു V1/V2. ക്ലിയർ ആണോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം എന്ന് പറഞ്ഞാൽ N2/N1, ദാറ്റ് ഈസ് ഈക്വൽ ടു V1/V2. ഇനി എങ്ങനെയാണ് സാറ് V1/V2 എന്ന് വന്നത്? ഓക്കെ, അത് ക്ലിയർ ചെയ്ത് തരാം. ഒന്നുമില്ല, സിമ്പിളാണ്. നിങ്ങൾ അബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചത്? C/V എന്നാണ് പഠിച്ചത് അല്ലേ?
അബ്സോർബ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ N ഈസ് ഈക്വൽ സി ബൈ വി. സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്നാണ്. അത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ N ഈസ് ഈക്വൽ ടു സി ബൈ വി എന്നാണ്. വി സി എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് N21 ഈക്വൽ ടു N2 ബൈ N1 ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വന്നത്? V1 ബൈ V2. N2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, N2 എന്ന് പറഞ്ഞാൽ സി ബൈ V2. ഇനി N1 എന്ന് പറയുകയാണെങ്കിൽ സി ബൈ V1. അപ്പോൾ N2 എന്ന് പറഞ്ഞാൽ സി ബൈ V2 ഹോൾ ഡിവൈഡഡ് ബൈ സി ബൈ V1. ക്ലിയർ അല്ലേ? സി ബൈ V2 ഡിവൈഡഡ് ബൈ സി ബൈ V1. സിയും സിയും ക്യാൻസലായി. ഇനി റെസിപ്രോക്കൽ എടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു V1 ബൈ V2. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നുമില്ല. N21 എന്ന് പറഞ്ഞാൽ N2 ബൈ N1 ദാറ്റ് ഈസ് ഈക്വൽ ടു V1 ബൈ V2. ആ ഇക്വേഷൻ. അപ്പോൾ ഒന്നുമില്ല, മെയിനായിട്ട് ഈ 2 ഇക്വേഷൻസ് ആണ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടത്. എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ഫസ്റ്റ് വൺ. ഓക്കെ, ഇത് എത്ര എന്നത് വെച്ചാൽ ഒരു 3 എണ്ണം ഉണ്ട്. 3 കാര്യങ്ങൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. ഫസ്റ്റ് വണ് നേച്ചർ ഓഫ് മീഡിയം. എന്താണ് നേച്ചർ ഓഫ് മീഡിയം? രണ്ടാമത്തത് ടെമ്പറേച്ചർ, ഒരു ഫിസിക്കൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ടെമ്പറേച്ചർ. മൂന്നാമത്തത് വേവ് ലെങ്ത്. ഓക്കെ, മീഡിയം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒരു മീഡിയം എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പം മെയിനായിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുമ്പോൾ അവിടെ എന്ത് മാറും? മീഡിയം മാറുമ്പോൾ അവിടെ ഡെൻസിറ്റി മാറും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറും. ഓക്കെ, പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളത് കൊടുത്തത്, ടെക്സ്റ്റ് ബുക്കിൽ ഡിഫൈൻ ചെയ്തത് ബേസ്ഡ് ഓൺ സ്പീഡാണ്. അപ്പം വെലോസിറ്റി ഓഫ് ഗ്ലാസ് ഇൻ ഗ്ലാസ് 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി ഇൻ ഗ്ലാസ് എന്താണ്? 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 1.5 ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാട്ടറോ 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുക. ഓക്കെ, വെലോസിറ്റി കൂടുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുക. when velocity increases refractive index decreases. അത് നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയ N ഈസ് ഈക്വൽ സി ബൈ വി എന്ന് തന്നെ മനസ്സിലാവും. സി കോൺസ്റ്റന്റ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ വെലോസിറ്റി കുറയുള്ളൂ അല്ലേ? റെസിപ്രോക്കൽ അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ വെലോസിറ്റി കൂടിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. അടുത്തത് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കും നോക്കിയോ? ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ, ഒരു സാധനത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുകയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ എന്ത് കൂടും? സ്പീഡ് ഓഫ് ലൈറ്റ് കൂടും. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുകയാണെങ്കിൽ നോക്ക്, ഇതാ ഈ ഇക്വേഷൻ എല്ലാവരും നോക്ക്. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താവും? കുറയല്ലേ ചെയ്യുക. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. ഓക്കെ, അടുത്തത് വേവ് ലെങ്ത്. ഇനി അടുത്തത് വേവ് ലെങ്ത് ഇല്ലെങ്കിൽ ഓർ കളർ. ഓക്കെ, കളർ. വാക്വത്തിൽ എല്ലാത്തിനും എന്താണ്? ഒരേ സ്പീഡാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരേ വേവ് ലെങ്ത് ആണ്. ബട്ട്
ബാക്കിയുള്ള മീഡിയത്തിൽ എയർ, വാക്വം എയറും അപ്രോക്സിമേറ്റ്ലി സെയിം ആണെന്നുള്ളൂ, പക്ഷേ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ബാക്കി എല്ലാ മീഡിയത്തിലും വേവ് ലെങ്ത് ഡിഫറെൻ്റ് ആണ്. വേവ് ലെങ്ത് കൂടുതൽ റെഡിനാണ്, വേവ് ലെങ്ത് ഏറ്റവും കുറവ് വയലറ്റിനാണ്. ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത്തും വെലോസിറ്റിയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ വേവ് ലെങ്ത്, അപ്പോൾ വെലോസിറ്റി ഓഫ് റെഡ് കൂടുതലാണ്, വെലോസിറ്റി ഓഫ് വയലറ്റ് കുറവാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് റെഡ് കൂടുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? കുറവല്ലേ? വെലോസിറ്റി കൂടുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപ്പം വയലറ്റിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? കുറവായിരിക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് വേറൊരു കാര്യം, എൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. വേവ് ലെങ്ത് കൂടുമ്പോൾ വെലോസിറ്റി കൂടും, വെലോസിറ്റി കൂടുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. ഇല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുകയാണെങ്കിൽ വെലോസിറ്റി കുറയും, വേവ് ലെങ്ത്തും കുറയും. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യുക, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക.